ഫ്ലിപ്കാർട്ടിന് അണ്ടറിൽ വരുന്നൊരു പേയ്മെൻറ്റ് ആപ്പാണ് സൂപ്പർ മണി. സൂപ്പർ മണിയിൽ നമുക്ക് പല ഓപ്ഷൻസ് ലഭ്യമാണ്. നമുക്ക് ജസ്റ്റ് UPI പേയ്മെൻറ്റ് ആപ്പ് മാത്രമല്ല, നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൂപ്പർ മണിയിൽ പേ ലേറ്റർ സർവീസസ് വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ഒരു സൂപ്പർ മണി ആപ്പ് കൊടക് മഹീന്ദ്ര ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് സേവിങ്സ് അക്കൗണ്ട് പോലുള്ള സർവീസസ് നൽകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ഈ ഒരു സൂപ്പർ മണി ആപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ക്യാഷ് ബാക്ക് ഓഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് നേടാനായിട്ട് മാത്രമാണ് ഈ ഒരു സൂപ്പർ മണി ആപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈയിടെയൊക്കെ ഞാൻ സ്ലൈസിൻ്റെ ഒരു കാർഡ് എടുത്തിരുന്നു. ആ ഒരു സ്ലൈസിൻ്റെ കാർഡിൽ നമുക്ക് 1% ക്യാഷ് ബാക്കാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ക്യാഷ് ബാക്ക് സ്ലൈസ് ആപ്പ് വഴി ചെയ്യുമ്പോൾ മാത്രമല്ല, ഏത് UPI ആപ്പ് വഴി പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിലവിൽ സ്ലൈസ് കാർഡിൽ ഈ ഒരു 1% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ നിലവിൽ ആ ഒരു സ്ലൈസ് കാർഡ് ഈ ഒരു സൂപ്പർ മണി ആപ്പിലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ മണി ആപ്പ് വഴി പേ ചെയ്യുമ്പോൾ ഈ ഒരു സ്ലൈസ് കാർഡിൽ 1% ക്യാഷ് ബാക്കും കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു സൂപ്പർ മണി ആപ്പിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ബാക്ക് ബെനിഫിറ്റും കിട്ടും. ആരോ ഒരാൾ കമൻറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു പർപ്പസിനായിട്ടും ഞാൻ ഇപ്പോൾ നിലവിൽ ഈ ഒരു സൂപ്പർ മണി ആപ്പ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഒരു കാര്യം ആദ്യം തന്നെ പറയാനുള്ളത്, സൂപ്പർ മണി ആപ്പുമായി ബന്ധപ്പെട്ട് പല കംപ്ലയിൻസും കാണാറുണ്ട്. അതായത് പണം അയച്ചിട്ട് എയർലായി പോകുന്ന, പണ്ട് ഗൂഗിൾ പേയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്യൂ, പണം അയച്ച ആൾക്ക് കിട്ടിയില്ല, നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് നിരവധി കാണാറുണ്ട്. അങ്ങനെ ആ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നഷ്ടമായ തുക തിരിച്ചെടുക്കാം എന്നതിനെ പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു പെയ്ഡ് വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു റിവ്യൂ വീഡിയോ മാത്രമാണ്. ഇപ്പോൾ നിലവിൽ ഈ ഒരു സൂപ്പർ മണി ആപ്പിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് അത് വെച്ചുകൊണ്ടുള്ളൊരു റിവ്യൂ വീഡിയോ മാത്രമാണ്. അല്ലാതെ ഒരു പെയ്ഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നുമല്ല. ഈ ഒരു സൂപ്പർ മണി ആപ്പ് ഉപയോഗിക്കുന്നവർ സ്വന്തം റിസ്കിൽ ഉപയോഗിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ. ലിങ്ക് ഇൻ ബിലോ. ഈ ഒരു സൂപ്പർ മണി ആപ്പിൽ വരുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് സൂപ്പർ UPI ആണ്. നമുക്ക് P2P പേയ്മെൻറ്റും അതുപോലെ തന്നെ P2M പേയ്മെൻറ്റും ചെയ്യാം. നമുക്ക് അപ് ടു 5% ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് വരെയാണ് ഈ ഒരു സൂപ്പർ മണി ആപ്പ് ഓഫർ ചെയ്യുന്നത്. അതിന് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പിന്നാലെ നോക്കാം. നെക്സ്റ്റ് വരുന്നത് സൂപ്പർ കാർഡാണ്. നമുക്ക് ക്രെഡിറ്റ് കാർഡ് പല ബാങ്കുകളുമായിട്ടും ചേർന്നുകൊണ്ട് സൂപ്പർ മണി ആപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്. 2 കാറ്റഗറി കാർഡുണ്ട്. ഒന്ന് നമുക്ക് FD ഇട്ടെടുക്കുവാൻ സാധിക്കുന്ന സൂപ്പർ കാർഡ്, മറ്റൊന്ന് ഒരു പ്രോ കാർഡുണ്ട്, നമുക്ക് FD ഇടാതെ കിട്ടുന്ന കാർഡ്. പക്ഷേ FD ഇട്ട് കിട്ടുന്ന കാർഡാണ് കൂടുതൽ പേർക്കും കിട്ടുന്നത് അപ്ലൈ ചെയ്യുമ്പോൾ. FD ഇടാതെ കിട്ടുന്ന നോൺ സെക്യൂർഡ് കാർഡ് പലർക്കും അങ്ങനെ കിട്ടാറില്ല. റൂപേ വേരിയന്റ് കാർഡാണ്. അത് ഉപയോഗിച്ച് നമുക്ക് സൂപ്പർ മണി ആപ്പ് വഴി തന്നെ നമുക്ക് മർച്ചന്റ് UPI പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് റിവാർഡ് ബെനിഫിറ്റും നേടാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്ന മറ്റൊരു ഫീച്ചറാണ് സൂപ്പർ ഡെപ്പോസിറ്റ്. പല ബാങ്കുകളുമായിട്ടും ചേർന്നുകൊണ്ട് FDയും ഈ ഒരു സൂപ്പർ മണി ആപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ആപ്പ് വഴി പല ബാങ്കുകളിലും ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുവാനായിട്ട് സാധിക്കും. അതൊന്നും പേഴ്സണലി അറിഞ്ഞാൽ റെക്കമെൻഡ് ചെയ്യാറില്ല. ആക്ച്വലി നിലവിലുള്ള ഏതെങ്കിലും ബാങ്കുമായിട്ടൊക്കെ ടൈപ്പ് ആയിട്ടായിരിക്കും ഈ ഒരു FD ഫീച്ചർ അവർ ഓഫർ ചെയ്യുന്നത്. 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് നമുക്ക് DAC GST ഇൻഷുറൻസ് പരിരക്ഷയും കിട്ടും. പക്ഷേ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അത് സോൾവ് ചെയ്തെടുക്കാനുള്ള ടെക്നിക്കൽ ഡിലേ ഒക്കെ കാരണം ഞാൻ പേഴ്സണലി ആർക്കും ഇങ്ങനെയുള്ള ഒരു ഫിൻടെക് കമ്പനിയുടെ ആപ്പ് വഴി FD ഇടാനൊന്നും ആർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല. അതൊക്കെ സ്വന്തം റിസ്കിൽ ഉപയോഗിക്കുക. നെക്സ്റ്റ് വരുന്ന മറ്റൊരു ഫീച്ചറാണ് സൂപ്പർ പേ ലേറ്റർ. നമ്മുടെ ബൈനോ പേ ലേറ്റർ ഫീച്ചർ തന്നെ പല NBFCകളുമായിട്ടും ബാങ്കുകളുമായിട്ടും ടൈപ്പായിട്ട് ബൈനോ പേ ലേറ്റർ സർവീസ് നമ്മുടെ ഒരു സൂപ്പർ മണി ഓഫർ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് സൂപ്പർ ക്യാഷ് ആണ്. അത് പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള പേഴ്സണൽ ലോണും കാര്യങ്ങളൊക്കെയാണ്. അതും പല ബാങ്കുകളുമായിട്ടും NBFCകളുമായിട്ടും ടൈപ്പായിട്ടാണ് ഈ ഒരു സൂപ്പർ ക്യാഷ് എന്ന് പറഞ്ഞ പേരിൽ ലോൺ സർവീസസും നൽകുന്നത്. മറ്റൊന്ന് ഇപ്പോൾ നിലവിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന 3-in-1 സൂപ്പർ അക്കൗണ്ട് ആണ്. കൊടക് A11 ആപ്പുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു സേവിങ്സ് അക്കൗണ്ട് ആണ്. ഒരു സേവിങ്സ് അക്കൗണ്ട് ഫീച്ചറാണ് ഇപ്പോൾ നിലവിൽ സൂപ്പർ മണി ആപ്പിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോൾ നിലവിൽ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, എല്ലാവർക്കും റോൾ ഔട്ടായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് സൂപ്പർ മണി ആപ്പിൽ കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സൂപ്പർ മണി ആപ്പ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് സൂപ്പർ മണി ആപ്പിൻ്റെ ഹോം പേജ്. ഹോം പേജിൽ തന്നെ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ മുകളിലായിട്ട് നമുക്ക് ഇവിടെ പ്രൊഫൈലിലേക്കും കാണാം, അതിലേക്ക് വരാം. പിന്നെ നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഏൺ 500 rupees എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ ഇൻവൈറ്റ് വിയ വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ ലിങ്ക് വഴി ആരെങ്കിലും ഈ ഒരു സൂപ്പർ മണിയുടെ സൂപ്പർ കാർഡ് പ്രോ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും 500 രൂപ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ വഴി എടുക്കുന്ന ഒരു ഫ്രണ്ടിനും 500 രൂപ കിട്ടും. ഇങ്ങനെ നമുക്ക് ആഴ്ചയിൽ 4000 രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും. ഒരു റെഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ ആ സെറ്റപ്പ് തന്നെ നമ്മളുടെ ആ ഒരു ലിങ്ക് വഴി 25 ദിവസത്തിനുള്ളിൽ നമ്മൾ ആരെയാണ് ഇൻവൈറ്റ് ചെയ്യുന്ന ആ വ്യക്തി കാർഡ് എടുത്തിരിക്കണം. കാർഡ് എടുത്ത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ 500 രൂപ 2 പേർക്കും കിട്ടും. സോ അതാണ് ഈ ഒരു റെഫർ ആൻഡ് ഏൺ പ്രോഗ്രാം. നമുക്കിവിടെ ക്യാഷ് ബാക്ക് ഏൺഡ് എന്ന് പറയുന്നൊരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ
നമ്മൾ ഏൺ ചെയ്ത ക്യാഷ് ബാക്ക് ഒക്കെ ഇവിടെ കാണാം. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് റിഡീം ചെയ്തെടുക്കുകയും ചെയ്യാം. നെക്സ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ബെല്ലൈക്കൻ കാണാം. അവിടെ നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് സെൻഡ് മണി അതുപോലെ തന്നെ ചെക്ക് ബാലൻസ് ആണ്. സെൻഡ് മണി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കോൺടാക്റ്റിലുള്ള ഒരു വ്യക്തിക്കോ ഇതിൽ നമുക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ടോ ഇല്ലെങ്കിൽ UPI ID എൻ്റർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ഫണ്ട് അയക്കുവാനായിട്ട് സാധിക്കും. അതാണ് നമുക്ക് ഈ ഒരു സെൻഡ് മണി ഓപ്ഷൻ. നെക്സ്റ്റ് വരുന്ന ചെക്ക് ബാലൻസ് ആണ്. ഈ ഒരു ചെക്ക് ബാലൻസ് ഓപ്ഷൻ വെച്ച് നമ്മൾ ഈ ഒരു സൂപ്പർ മണി ആപ്പിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളുടെയൊക്കെ ബാലൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഏത് ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണോ അറിയേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ UPI പിൻ എൻ്റർ ചെയ്യാനായിട്ട് വരും. ആ ഒരു UPI പിൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിലെ ബാലൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ആ രീതിയിൽ നമുക്ക് സൂപ്പർ മണി ആപ്പിൽ ഏതൊക്കെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ബാലൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന മറ്റൊരു ഫീച്ചറാണ് നമുക്ക് 5x ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് ആണ്. നമുക്ക് 5% ക്യാഷ് ബാക്ക് അപ് ടു 5% ക്യാഷ് ബാക്ക് വരെ നേടുവാനായിട്ട് സാധിക്കും. പക്ഷേ അതിനൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നുണ്ട്, എല്ലാവർക്കും കിട്ടില്ല. ഒന്നാമത്തെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ക്രെഡിറ്റ് സ്കോർ 700 മുകളിൽ ഉണ്ടായിരിക്കണം. ഇത് എല്ലാ 3 മാസം കൂടുമ്പോഴും ചെക്ക് ചെയ്യും. അപ്പോൾ 700 മുകളിൽ എക്സ്പീരിയൻസ് സ്കോർ ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു 5% ക്യാഷ് ബാക്ക് അപ് ടു 5% ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞ സൂപ്പർ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അതൊന്നാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മാസവും ഒരു 10,000 രൂപയ്ക്ക് മുകളിൽ ഒരു സ്കാൻ ആൻഡ് പേ വഴി പേയ്മെന്റ് ചെയ്തിരിക്കണം. അത് മർച്ചന്റ് പേയ്മെന്റ് ആയിരിക്കണം. അപ്പോൾ 10,000 രൂപ നമ്മൾ മിനിമം പേയ്മെന്റ് ചെയ്യണം എല്ലാ മാസവും. എങ്കിലേ നമുക്ക് ഈ ഒരു സൂപ്പർ പ്രോ എന്ന് പറഞ്ഞ അവരുടെ ആ ഒരു അപ് ടു 5% ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അത് എല്ലാ മാസവും റീസെറ്റ് ചെയ്യപ്പെടും. എല്ലാ മാസവും അപ്പോൾ 10,000 രൂപ മർച്ചന്റ് സ്പെൻഡ് ആ ഒരു കാറ്റഗറി നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കണം. മൂന്നാമത്തെ എന്ന് പറയുന്നത് സൂപ്പർ FD എന്ന് പറഞ്ഞ ഇവരുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന ഒരു സ്കീമുണ്ട്. അതിനകത്ത് നമ്മളൊരു 50,000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടണം. അപ്പോൾ ഈ ഒരു 3 ഗോൾ മീറ്റ് ചെയ്താൽ മാത്രമേ ഇവർ ഈ പറയുന്ന സൂപ്പർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അപ് ടു 5% ക്യാഷ് ബാക്ക് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. അല്ലാതെ എല്ലാവർക്കും ഈ ഒരു ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഹോം പേജിൽ തന്നെ താഴെ സൂപ്പർ കാർഡ് പ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നമുക്ക് ഇവിടെ ഇവർ 2 കാറ്റഗറി കാർഡാണ് ഓഫർ ചെയ്യുന്നത്. ഒന്ന് സെക്യൂർഡ് കാർഡും മറ്റൊന്ന് അൺസെക്യൂർഡ് കാർഡും. സെക്യൂർഡ് കാർഡ് ഒരു ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടാണ് ഓഫർ ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ FD ഇടണം. FD ഇടുന്ന എമൗണ്ടിന് നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റഡ് അനുവദിച്ച് കിട്ടും. ആ രീതിയിൽ നമുക്കൊരു FD ഇട്ടുകൊണ്ട് ഒരു കാർഡ് എടുക്കാം. അതിന് ബെനിഫിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാർഡ് റുപേ കാർഡാണ്. സോ അത് ഉപയോഗിച്ച് നമ്മൾ UPI കാറ്റഗറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് 1% ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. അതുകൂടാതെ നോൺ UPI സ്പെൻഡ് ആണെങ്കിലും 1% ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. ജോയിനിങ് ഫീസ് വരുന്നില്ല, ആനുവൽ ഫീസ് വരുന്നില്ല. പിന്നെ മിന്ത്രയിൽ 5% ക്യാഷ് ബാക്ക്, ക്ലിയർ ട്രിപ്പിൽ 3% ക്യാഷ് ബാക്ക്, ഫ്ലിപ്കാർട്ടിൽ 2% ക്യാഷ് ബാക്ക് എന്നിങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ റൂപേഡ് എക്സ്ക്ലൂസീവ് ഓഫേഴ്സ്. പിന്നെ ഇത് FD ഇട്ടെടുക്കുന്ന കാർഡ് ആയതുകൊണ്ട് തന്നെ ഇത് 100% അപ്രൂവൽ റേറ്റ് ആണ് വരുന്നത്. പിന്നെ ഇത് കൂടാതെ മറ്റൊരു കാർഡ് വരുന്നുണ്ട്. അതായത് അത് നമ്മൾ FD ഒന്നും ഇടാതെ നോർമലി കിട്ടുന്ന ഒരു അൺസെക്യൂർഡ് കാർഡാണ്. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് സെക്യൂർഡ് കാർഡിൻ്റെ ഓപ്ഷനാണ് വന്നത്. ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് FD ഇട്ടെടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് വന്നത്. ഞാനിപ്പോൾ കാർഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് ഒരു സൂപ്പർ മണി ഓഫർ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് വേരിയൻറ്റുകൾ തമ്മിലൊരു കമ്പാരിസൺ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. നെക്സ്റ്റ് ഇപ്പോൾ പുതുതായിട്ട് വന്ന മറ്റൊരു ഓപ്ഷനാണ് സൂപ്പർ അക്കൗണ്ട് എന്ന് പറയുന്നത്. കൊടക് A11 മായി ചേർന്നാണ് ഈ ഒരു ഓപ്ഷൻ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. 3-in-1 സൂപ്പർ അക്കൗണ്ട്, ഒരു ക്രെഡിറ്റ് കാർഡ് പ്ലസ് FD പ്ലസ് സേവിങ്സ് അക്കൗണ്ട് എന്നിങ്ങനെ 3 ഓപ്ഷൻസ് ഇൻക്ലൂഡ് ആവുന്നതാണ് ഈ ഒരു 3-in-1 സൂപ്പർ അക്കൗണ്ട്. ഇപ്പോൾ നിലവിൽ കമ്മിങ് സൂൺ ആണ്. നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിൽ ജോയിൻ ചെയ്യാം. റോൾ ഔട്ട് ആകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ വരികയായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമല്ല. നമുക്ക് 12% ക്യാഷ് ബാക്ക്, 1% മന്ത്ലി എന്ന രീതിയിൽ ഇയർലി 12% ക്യാഷ് ബാക്ക് ആണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ ആനുവലി 6% ഇൻട്രസ്റ്റ് റേറ്റ്. ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 0 ബാലൻസ് കൊടക് A11 സേവിങ്സ് അക്കൗണ്ട് കിട്ടും. പിന്നെ ഒരു ലൈഫ് ടൈം FD ഇട്ടെടുക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടും. അതിനകത്ത് മൊത്തം നമുക്ക് 18% ആനുവൽ ബെനിഫിറ്റ് ആണ് ഓഫർ ചെയ്യുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 18 വയസ്സിന് മുകളിൽ ഉണ്ടായിരിക്കണം, ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം, അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു പാൻ കാർഡും വേണം. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി കൊടക് A11 സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പുതുതായിട്ട് നമ്മൾ KYC കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ട് വരില്ല. വേഗത്തിൽ തന്നെ നമുക്ക് കാർഡ് എടുക്കുവാനായിട്ട് സാധിക്കും. പക്ഷേ കാർഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ FD ഇടേണ്ടതായിട്ട് വരും. FD ബേസ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡാണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ സൂപ്പർ മണിയുടെ ബെനിഫിറ്റ് നോക്കുന്ന സമയത്ത് ഏണിങ്സ് അപ് ടു 18% ഓഫർ ചെയ്യുന്നത്. അപ് ടു 12% ക്യാഷ് ബാക്ക്, അതായത് 1% ക്യാഷ് ബാക്ക് എവരി മന്ത് എന്ന രീതിയിൽ ടോട്ടൽ 12% ക്യാഷ് ബാക്ക് നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ ബെനിഫിറ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ
ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നമ്മൾ ഇടുന്ന FDക്ക് നമുക്ക് 6% ആനുവൽ ഇൻട്രസ്റ്റ് കിട്ടും. കാരണം ഇത് FD എടുക്കുന്ന ക്രെഡിറ്റ് കാർഡാണ്. അങ്ങനെയാണ് മൊത്തത്തിൽ ഇവർ 18% ഏണിങ്സ് എന്ന രീതിയിൽ ഇവർ അത് അഡ്വർടൈസ് ചെയ്യുന്നത്. സോ നിലവിൽ ഇത് കമ്മിങ് സൂൺ ആണ്. അപ്പോൾ വരുന്ന കഴിയാൻ നേരത്ത് കൂടുതൽ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റ് ആണ്. പ്രത്യേകിച്ച് ഗൂഗിൾ പേയിലെ പോലെ റീചാർജിന് ബിൽ പേയ്മെന്റിനൊന്നും സർവീസ് ചാർജോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്ക് ഇപ്പോൾ റീചാർജിന് ചെറിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സൂപ്പർ മണി ഓഫർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന മറ്റൊരു ഓപ്ഷൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് അപ് ടു 30% ഓഫറാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ ഒരു പാർട്ടാണ് ക്ലിയർ ട്രിപ്പ്. അപ്പോൾ ക്ലിയർ ട്രിപ്പിൻ്റെ സർവീസാണ് ഒരു ഓഫർ ചെയ്യുന്നത്. നമുക്ക് ഫ്ലൈറ്റ് ഫ്രമോ ടൂവോ ഡിപ്പാച്ചർ ഡേറ്റ് ട്രാവലർ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം. പവേഡ് ബൈ ക്ലിയർ ട്രിപ്പാണ്. ക്ലിയർ ട്രിപ്പിൻ്റെ ഒരു സർവീസ് ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓഫേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ UPI വഴി, അതായത് ഈ ഒരു സൂപ്പർ മണി ആപ്പ് വഴി UPI പേയ്മെന്റ് വഴി പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലാറ്റ് 5% ഓഫ് നേടാം. പിന്നെ കൂപ്പൺസ് വഴി അപ് ടു 25% ഡിസ്കൗണ്ട് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമായുള്ള ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. അതിനകത്ത് നമുക്ക് കിട്ടുന്ന എത്ര രൂപ നമുക്ക് ഓഫ് കിട്ടും അങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ ഓരോ ഫ്ലൈറ്റിൻ്റെയും താഴെ നമുക്കറിയാം. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഒരു റെഫർ ആൻഡ് ഏൺ പ്രോഗ്രാമാണ്. പിന്നെ എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ അവിടെ FD ഇടാനുള്ള ഒരു ഓപ്ഷനും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ ഒരു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിൻ്റെ അങ്ങനെയുള്ള പരസ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത്രയാണ് ഹോം പേജിൽ വരുന്നത്. പിന്നെ താഴത്ത് നമുക്ക് കുറച്ച് എക്സ്ട്രാ ഓപ്ഷൻസ് വരും. കാർഡ് എന്ന് പറയുന്ന സെക്ഷനിൽ ഞാൻ നേരത്തെ കാണിച്ച ഒരു ക്രെഡിറ്റ് കാർഡ് മാനേജ്മെന്റ് സെക്ഷനാണ്. ഈ ഒരു സെക്ഷൻ വഴി കാർഡിന് അപ്ലൈ ചെയ്യാം. കാർഡ് അപ്ലൈ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന FD ആണ്. ഇത് ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ വിവിധ ബാങ്കുകളുമായിട്ട് ചേർന്നുകൊണ്ടൊക്കെ FD ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. പല ബാങ്കുകളിൽ നമുക്ക് FD ഇടാം. ഓരോ ബാങ്കിൻ്റെയും പേര് കാണാം, അവർ ഓഫർ ചെയ്യുന്ന പലിശ, ഒരു കാലാവധി, അതൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, സ്ലൈസ്, ഇങ്ങനെ ഇപ്പോൾ നിലവിലുള്ളതെല്ലാം സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണ്. സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണെങ്കിൽ നമുക്ക് 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിൽ നമുക്ക് DSCGCയുടെ ഇൻഷുറൻസ് സുരക്ഷയുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞ രീതിയിൽ ടെക്നിക്കൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വിഡ്രോ എനി ടൈം എനിവർ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഫേസ് ചെയ്യുമ്പോഴേ അതിന് ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു FDയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഓരോ പ്ലാൻ ഇവിടെ കാണാം. അതിൻ്റെ അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റും കാണാം. ഇപ്പോൾ 3 വർഷമാണെങ്കിൽ 7.5, 2 വർഷമാണെങ്കിൽ 7.5 കിട്ടും. പിന്നെ 4 ഇയർ 11 മന്ത് ആണെങ്കിൽ 7%, 6 മന്ത് ഒക്കെ ആണെങ്കിൽ 6.25%. ഇത് സ്ലൈസിൻ്റെ ആണ്. അങ്ങനെ ഓരോ ബാങ്കിൻ്റെയും ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ അറിയാം. വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. നെക്സ്റ്റ് വരുന്ന റിവാർഡ്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ള ക്യാഷ് ബാക്ക് ഒക്കെ ഇവിടെ കാണാം. അതുപോലെ തന്നെ കിട്ടിയ ക്യാഷ് ബാക്ക് നമുക്ക് സ്വൈപ്പ് ടു റിഡീം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് റിഡീം ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് നടത്തിയ UPI പേയ്മെന്റ് ഹിസ്റ്ററിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് മാനേജ് ചെയ്യാം. പിന്നെ നമ്മൾ പ്രൊഫൈൽ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്, നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കാണാം. അതിന് മാനേജ്മെന്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാം. എക്സ്പീരിയൻസ് സ്കോർ നമുക്ക് ഈ ഒരു സൂപ്പർ മണി ആപ്പ് വഴി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ UPI ഓപ്ഷനിൽ നമുക്ക് UPI നമ്പറൊക്കെ കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടോ പേ നമുക്ക് മാനേജ് ചെയ്യാം. എന്തെങ്കിലും പേയ്മെന്റ് റിക്വസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാനേജ് ചെയ്യാം. പിന്നെ നമുക്ക് UPI ID ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സൂപ്പർ മണി ആപ്പിൽ ലഭ്യമായിട്ടുള്ള ഫീച്ചറുകൾ. നിങ്ങളൊരു സൂപ്പർ മണി ആപ്പ് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി